സിജോയുടെ റീ എൻട്രിയിൽ സിജോ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ രണ്ടാമത് വന്നിരിക്കുന്നത് കാട്ടുതീയുമായിട്ടാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കാട്ടുതീ ഇന്ന് സിജോ ബിഗ് ബോസ് ഹൗസിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. ആ കാട്ടുതീയിൽ ജാസ്മിനെ ചുട്ടെടുത്തിരിക്കുകയാണ്. ജാസ്മിൻ ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിൽ ചുട്ട മറുപടി കൊടുത്ത് ജാസ്മിൻ്റെ വാ അടപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സിജോ. ജാസ്മിൻ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. തൻ്റെ അത്രയും സംസാരിക്കാനുള്ള ശേഷി, തന്നെ പറഞ്ഞ് തോൽപ്പിക്കാൻ, സംസാരത്തിലൂടെ പറഞ്ഞ് തോൽപ്പിക്കാൻ ആരും ബിഗ് ബോസ് സീസൺ 6 ഹൗസിൽ ഇല്ല എന്ന്. എന്നാൽ ആ അഹങ്കാരം ജാസ്മിൻ ഇന്ന് മാറിക്കിട്ടിയിരിക്കുകയാണ്. ശ്രീധുവിനോട് നമ്മുടെ സിജോ ഒരു കാര്യം ചോദിച്ചു, നീ എന്ത് സംഭാവനയാണ് ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ കോമഡി ആയിട്ട് വന്നിരുന്നു. എൻ്റെ വക ഒരു 50 രൂപ എന്നും പറഞ്ഞ് കോമഡിയുമായിട്ട് വന്നപ്പോൾ അവിടെ കയറി നമ്മുടെ സിജോ പിടിച്ചു. നിൻ്റെ സംഭാവനയുടെ കാര്യമൊന്നും പറയണ്ട, നിൻ്റെ വീട്ടുകാരോടെ വന്നിട്ട് നിൻ്റെ സംഭാവനയുടെ ഗുണം കൊണ്ടാണ് ഫോട്ടോയും ചെയിനും ഒക്കെ എടുത്തുകൊണ്ട് പോലും ചെയിൻ മാറി തന്നതൊക്കെ, നീ അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു, നീ പറ നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് അവൻ്റെ വായിൽ വിരലിട്ടിളക്കി അവനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അതായത് നമ്മുടെ സിജോയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. സിജോ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നിട്ട് നീ പറ എന്ന് പറഞ്ഞ് നീ 10-60 ദിവസം ഇവിടെ വാഴത്തോട്ടത്തിൽ കയറിയിരുന്നതും ഒരു ഹൈജീൻ ഇല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കിയതും മറ്റുള്ളവർക്ക് അത് കൊടുത്തതും ഒക്കെ എനിക്കറിയാം. സോ നീ കൂടുതൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പിന്നെയും ജാസ്മിൻ വായിൽ വിരലിട്ടിളക്കി സിജോയെ കൊണ്ട് പറയിപ്പിച്ച് ആവശ്യത്തിന് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, നിൻ്റെ അത്രയും തൊലിക്കട്ടിയുള്ളൊരു മനുഷ്യൻ ഈ കേരളത്തിൽ, ബിഗ് ബോസിലല്ല ഈ കേരളത്തിൽ തന്നെ ഇല്ലയെന്ന് വരെ സിജോ പറഞ്ഞിരിക്കുകയാണ്. സിജോ നല്ല നമ്മുടെ ജാസ്മിൻ മേടിച്ചു കൂട്ടി. അവസാനം ജാസ്മിൻ രക്ഷപ്പെട്ടത്. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ ബുദ്ധി വെച്ചാണ് കളിക്കുന്നത്, നീ 9 പറഞ്ഞാൽ ഞാൻ ഒരെണ്ണമെങ്കിലും തിരിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സിജോ പറഞ്ഞു, നീ ഇവിടെ നിന്ന് സംസാരിക്ക് എന്നിട്ട് ജാസ്മിൻ അവിടെ നിൽക്കുന്നില്ല. ജാസ്മിൻ വട്ടവും നീളവും ചതുരത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അഭിഷേകിനോട് ജാസ്മിൻ പറയുന്നത്, നീ ഇവിടെ നിന്ന് സംസാരിക്കടാന്ന് പറഞ്ഞില്ലേ, അത് നേരെ തിരിച്ച് ഉൾട്ടയടിച്ച് ജാസ്മിനെ തന്നെ കിട്ടിയിരിക്കുകയാണ്. സിജോ പറയും, നീ ഇവിടെ നിന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ നിൽക്കുന്നില്ല. ജാസ്മിന് പറ്റുന്നില്ല. ജാസ്മിൻ കുരു പൊട്ടി അളിഞ്ഞ് ചീഞ്ഞ് നാശക്കോടല്ലേ ഈ ചെറുക്കൻ ഒക്കെ പോകണ്ടായിരുന്നു, അങ്ങോട്ട് പോയി മേടിച്ചതാണല്ലോ എന്നുള്ള അവസ്ഥയിൽ ജാസ്മിൻ ഓടി നടക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു നല്ല രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു, നല്ല മാസ് കോൺവെർസേഷൻ ആയിരുന്നു. ബിഗ് ബോസ് സീസൺ 6 ഹൗസിൽ ഇത്രയും നടന്നിട്ടും, ഇപ്പോൾ 10-70 ദിവസം കഴിഞ്ഞല്ലോ, ഇത്രയും നടന്നിട്ടും ഇപ്പോഴാണ് ഒരു അടിപൊളി കോൺവെർസേഷൻ, അടിപൊളി ഒരു നല്ല വാല്യൂ ഉള്ള ഒരു കണ്ടൻറ്റ് ഇപ്പോൾ വന്നത് ഇപ്പം തന്നെയാണെന്ന് പറയാം. നല്ല രസമായിരുന്നു കേട്ടിരിക്കുക. ഏകദേശം 1 മണിക്കൂറോളം ലൈവിലുണ്ടായിരുന്നു. എപ്പിസോഡിൽ എത്ര സമയം കാണിക്കുമെന്ന് നമുക്കറിയില്ല, എന്തായാലും കാണിക്കുമെന്ന് തന്നെ നമുക്കറിയില്ല. എന്തായാലും അടിപൊളി സാധനം തന്നെയായിരുന്നു കേട്ടോ. നൈസ്. സിജോയുടെ ഈ കഴിവുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. സിജോ മോനെ, പൊളി മോനെ, അടിപൊളി.